ഓണക്കാലം ഇങ്ങ് എത്തിയില്ല. ഇനിയിപ്പം മുല്ലപ്പൂല്ലാണ്ട് ഒരു പരിപാടിയില്ല. പട്ടുപാവാടയും കേരള സാരി കൊടുത്ത് എങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലയിൽ മുല്ലപ്പൂ ഇല്ലെങ്കിൽ ആ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആവില്ല. ഇപ്പൊ ഡിമാൻഡ് കൂടിക്കുന്നതുകൊണ്ട് കടയിൽ പോയിട്ട് ഒരു മുഴം മുല്ലപ്പൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സങ്ങ് മടുക്കും. കാരണം അമ്മാതിരി വില ആയിരിക്കും. എന്നാൽ പിന്നെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കുറച്ച് മുല്ലപ്പൂ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആകപ്പാട് വരുന്ന ചിലവ് 10-15 രൂപന്റെ ഒരു ടിഷ്യൂ പേപ്പർ മാത്രമാണ്. അതിങ്ങോട്ട് വാങ്ങിക്കാൻ ഇതുപോലെയൊക്കെ അങ്ങ് മടക്കി കട്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുക, അതിന്റെ കൂടെ നമ്മുടെ ഗ്രീൻ കളറും കൂടെ ആഡ് ആക്കുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഇതുപോലെ മടക്കുക, ട്വിസ്റ്റ് ആക്കുക, സെന്റർ ഭാഗത്ത് ആ ഒരു ഗ്രീൻ കളർ ആക്കി കൊടുക്കുക. ഇത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മുല്ലപ്പൂക്കൾ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മുല്ലപ്പൂ കെട്ടാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ സൂചി നൂല് എടുക്കുക, കോർത്തിട്ട് കൊടുക്കുക. ഇതിനെക്കുറിച്ച് ഒറ്റവാക്കി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ പണം ലാഭം ഗുണം മെച്ചം. അതായത് നമ്മുടെ ഒറിജിനൽ മുല്ലപ്പൂവിന്റെ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ ആ ഒരു മുല്ലപ്പൂവിന്റെ അനിയൻ അളിയൻ ആ ഒരു വകയിൽ നമുക്ക് ഇതിനെപ്പെടുത്താൻ പറ്റൂലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബിലോ. ഇതിന് എത്ര മാർക്ക് കൊടുക്കും അതും കൂടി ഒന്ന് പറയണേ. ഇത് വാടിപ്പോന്നുള്ള പേടി വേണ്ട. ആകെ വെള്ളം കൊള്ളാണ്ട് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാണിച്ചതിന്റെ പേരിൽ ഒരു ലൈക്ക് ഒക്കെ ഇട്ടിട്ടില്ലേ പോകത്തുള്ളൂ.